ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഞാൻ എല്ലാവരും വെൽക്കം ചെയ്യാണ്. ആൻഡ് ഈ ഒരു സെഷനിൽ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഇസ് വെരി സ്പെഷ്യൽ ആൻഡ് വിത്ത് ഹ്യൂജ് റെസ്പെക്ട് ഐ വെൽക്കം മിസ്റ്റർ ഷാഫി ടു ദി സെഷൻ. സോ ഷാഫി സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ MA അറബിക് പഠിച്ചിട്ട് നെറ്റ്വർക്കിംഗ് ഫീൽഡിലേക്ക് വരുന്നു ആൻഡ് ഹി ഹാസ് കംപ്ലീറ്റഡ് CCI സർട്ടിഫിക്കേഷൻ ആൻഡ് കറന്റ്ലി ഹീസ് ഹാവിംഗ് മോർ ദാൻ 12 years ഓഫ് എക്സ്പീരിയൻസ്. ആൻഡ് ഇപ്പോൾ സാറ് മണ്ണായി കോർപ്പറേഷൻ, അതായത് ഖത്തറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മണ്ണായി കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാണ്. So സാറിന്റെ ഒരു പ്രൊഫൈൽ നോക്കിയപ്പം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് because he's having like experience in sporting, banking, public sector, software industries. അങ്ങനെ ഒരുവിധം എല്ലാ ഏരിയയും സാർ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2022 അതിലെ കൺട്രി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സർ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷനിൽ ഇത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ വേറെ ഉണ്ടാവും എനിക്ക് തോന്നില്ല. സോ വിത്ത് ഓൾ റെസ്പെക്ട് ഐ വെൽക്കം ഷാഫി സർ ടു ദി സെഷൻ. സർ, ഓവർ ടു യു. അങ്ങനെ ഞാൻ CCNP ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. CCIയും ഒരുമിച്ചുള്ള ഒരു കോഴ്സാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഇൻഫോ ക്യാമ്പസിലല്ല ഞാൻ എൻ്റെ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ അത് കൊച്ചിയിലുള്ള വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പക്ഷെ അവിടുന്ന് ഞാൻ നിർത്തി. അവിടെ നിന്നുള്ള എന്നെ ഒരു സാറിനെ ഇൻഫോ ക്യാമ്പസിലോട്ട് ഗൈഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇൻഫോ ക്യാമ്പസിൽ എത്തിപ്പെടുന്നത്. പക്ഷെ ഇൻഫോ ക്യാമ്പസ് ആണ് എൻ്റെ ഒരു കരിയറിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത്. കാരണം റനീസ് സാറും ഇതേപോലെ അന്ന് തന്നെ ഒരു നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു നമ്പർ 1 ട്രെയിനർ CCI ട്രെയിനർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റനീസ് സാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ വേറെ റെഫറൻസിലൂടെയാണ് ഇവിടെ ഇൻഫോ ക്യാമ്പസിൽ എത്തിപ്പെട്ടത്. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഇൻഫോ ക്യാമ്പസിൽ എത്തിയത് കൊണ്ടാണ് എനിക്ക് CCI എടുക്കാൻ പറ്റിയതും. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ CCI ഞാൻ ക്ലിയർ ചെയ്തിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു CCI ജേണി. അന്ന് ഇൻഫോ ക്യാമ്പസിന്റെ ഇന്നും അങ്ങനെയാണ്. അന്നത്തെ ഒരു ഗുണം എന്താന്ന് വിചാരിച്ചാൽ, ഒത്തിരി നമുക്ക് CCI ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി PAs ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ 4 ആൾക്കാരുണ്ടായിരുന്നു. ഒരാള് ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. വേറെ അങ്ങനെ അവരെല്ലാം കൂടെ ഉള്ള ഞങ്ങളൊരു പിയർ ഗ്രൂപ്പ് ആയിരുന്നു. ഞങ്ങളൊരു സ്റ്റഡി ഗ്രൂപ്പ് ആയിരുന്നു അന്നത്തെ CCI സ്റ്റഡി. അങ്ങനെ ഫസ്റ്റ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അന്ന് നല്ലൊരു ലാബ് ഇതൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ അങ്ങനെയായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ ഒരു മെന്റർ റിലീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ഇതിൽ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ അതേപോലെ എൻ്റെ ട്രെയിനർ എന്ന് പറയുന്നത് അസീം എന്ന് പറയും. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അസീമായിരുന്നു എൻ്റെ ഒരു ട്രെയിനർ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു CCI ജേണി ഇതായിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ എക്സാം എഴുതി CCI RNS ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ജോലി CCI കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നൗക്കറിയിലൊക്കെ അപ്ലൈ ചെയ്തു. ഞാൻ 1 month ഒക്കെ മാക്സിമം അത്ര ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അന്ന് വിചാരിക്കുന്ന ഒരു ജോലി ഒരു 1 year എങ്കിലും ഞാനൊരു ട്രെയിനിങ് ഫീൽഡിൽ ഇതാക്കിയിട്ട് എനിക്ക് കൂടുതൽ ഇൻഡെപ്ത് നോളജ് ഒക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാനൊരു 1 year ആയിരുന്നു ഞാൻ അതിനിട്ടൊരു എനിക്കൊരു കൊച്ചിയിലുള്ള നല്ലൊരു വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ജോലിയും കിട്ടി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അവിടുന്ന് കുറെ കണക്ഷനൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഹാൻഡ്സ് ഓൺ ജോലി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഡാറ്റയായിരുന്നു. ഡയമെൻഷൻ ഡാറ്റയിൽ ഞാനൊരു 3 years വർക്ക് ചെയ്തു. 3 years വർക്ക് ചെയ്തതിന് അവിടുത്തെ കേരളത്തിലുള്ള ഒരുപാട് വെൽ നോൺ പ്രൊജക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്തു. ഫെഡറൽ ബാങ്ക്, അതേപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അങ്ങനെ മൾട്ടിപ്പിൾ വേറെ പ്രൊജക്ട്സ് ഒക്കെ. പക്ഷെ എൻ്റെ ഒരു വലിയ പ്രൊജക്ട് ഫെഡറൽ ബാങ്ക് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് തന്നെ L3 ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. L3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയണം. നിങ്ങൾക്ക് അറിയായിരിക്കും, maybe L1, L2, L3 ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവലാണ് ഉള്ളത്. പിന്നെ വേറെ ഇങ്ങനെ നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഓരോ ഇതാണ്, നിങ്ങൾക്കറിയാലോ. ഇപ്പൊ L3 ആയിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. L3 എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ എസ്കലേഷൻസ്, ഇതേപോലെ പുതിയ ചേഞ്ചസ്, ഫെഡറൽ ബാങ്കിന്റെ ഓവറോൾ നെറ്റ്വർക്ക് നമ്മളായിരിക്കും ഹാൻഡിൽ ചെയ്യുക, എസ്കലേഷൻസ് ഒക്കെ. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോലി. അപ്പോൾ ഇതിലോട്ട് ഞാൻ എത്തിപ്പെടാനുള്ള ഞാനിത് പറയാൻ കാരണം, എൻ്റെ ഡയമെൻഷൻ ഡാറ്റ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഡയമെൻഷൻ ഡാറ്റ ഇന്റർവ്യൂ കഴിഞ്ഞു. അടുത്ത ക്ലയന്റ് ഇന്റർവ്യൂ ആയിരുന്നു. ക്ലയന്റ് ഇന്റർവ്യൂ ഫെഡറൽ ബാങ്കിൽ ഒത്തിരി മാനേജേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ മാനേജേഴ്സൊക്കെ ആയിട്ട്, അവിടുത്തെ സീനിയർ മാനേജറൊക്കെ ആയിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും വലിയൊരു സീനിയർ മാനേജർ എന്നോട് പറഞ്ഞത്, എന്നെ ഈ ഇന്റർവ്യൂവിൽ സെലക്ട് ആകാനുള്ള ഒരു കാരണം എൻ്റെ ഈ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു.
കാരണം പുള്ളി പറഞ്ഞു ഇത് കാരണം ഈ ഒരു ഫീൽഡ് ഈ ഒരു ആർട്സും ഇതൊക്കെ കഴിഞ്ഞിട്ട് CCA എടുക്കുക എന്നുള്ളത് അതെന്റെ ഒരു പാഷൻ ആയിരിക്കും എന്നുള്ള പുള്ളിയുടെ ഒരു അറിവായിരുന്നു. അല്ല, പുള്ളി അതൊന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ അതിലോട്ട് സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഹാൻഡ്സ് ഓൺ. ഇതെനിക്ക് കിട്ടാനുള്ള ഒരു കാരണം ഈ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എനിക്ക് അത്രയും വലിയൊരു ജോലിയിലോട്ട് ഞാൻ എത്തിപ്പെട്ടത്. പ്ലസ് CCI ഉണ്ടായി. CCI ആയിരുന്നു എൻ്റെ ഒരു എനിവേ ഇതുവരെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് CCI ആയിരുന്നു. ഞാൻ 3 years അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ അഡോബി സോഫ്റ്റ്വെയർ ഒക്കെ നിങ്ങൾക്കറിയാലോ, ഫോട്ടോഷോപ്പിന്റെ ഒക്കെ സെയിം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അഡോബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ 3rd ബെസ്റ്റ് വർക്ക് പ്ലേസ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനത്തെ ഗൂഗിൾ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഫസ്റ്റ് ടയർ കമ്പനീസിലൊക്കെ നമ്മൾ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മളെ ആസ്പയർ നമ്മളൊരു അതായിരിക്കണം. അപ്പം കാരണം അങ്ങനത്തെ കമ്പനികളുടെ കൾച്ചറെ വളരെ വ്യത്യാസമാണ്. പക്ഷെ അതിനനുസരിച്ച് അവിടെ ഒരുപാട് ജോബ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം അതിൻ്റെ അകത്ത് ഉള്ള ഇപ്പൊ 3rd ബെസ്റ്റ് വർക്ക് പ്ലേസ് എന്തുകൊണ്ടായി എന്ന് ചോദിച്ചാൽ, അല്ല ഞാനിതെല്ലാം പറയുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. ഇതുപോലുള്ള കമ്പനീസ് ആണ് നമ്മളെപ്പോഴും നമ്മളെ ഒരു ഫ്യൂച്ചറായി കാണേണ്ടത്. ഇപ്പോൾ നമ്മളെ ഫുഡ്, നമ്മൾ ഒരുപാട് അലവൻസുകളൊക്കെ നമുക്ക് ബൊഫേ ഉണ്ടാവും 3 times ഇന്നടെ, അങ്ങനെയുള്ള നമ്മളെ ജിമ്മ് എല്ലാം നിങ്ങൾക്ക് ഓഫീസിലുണ്ടാവും. ഇതാണ് അങ്ങനത്തെ കമ്പനികളുടെയൊക്കെ ഒരു ബെനിഫിറ്റ്. പിന്നെ അതിനെക്കാട്ടിൽ കൂടുതൽ എന്താന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അവിടെ തന്നെ അവിടുത്തെ പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രോസസ് ഓറിയന്റഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ അപ്രൂവൽ, ഒരുപാട് പിയർ റിവ്യൂ, ഇങ്ങനെയുള്ള ഒരുപാട് അതേപോലെ നിങ്ങൾക്ക് ഞാൻ അഡോബിയിൽ ഉള്ള സമയത്ത് എനിക്ക് ഏകദേശം ഒരു 45 സൈറ്റ്സ് അക്രോസ് ഗ്ലോബ് പല നാഷൻസുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനുണ്ടായിരുന്നു. ജപ്പാൻ, കൊറിയ, കാനഡ, ഇങ്ങനെയുള്ള ഒരുപാട് നാഷൻസ്. ഇവിടെയുള്ള സൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇതൊക്കെ സൈറ്റ്സ് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യാം. ചെറിയ ചെറിയ പ്രഷറൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രഷറൊക്കെ ഒരു നല്ല രീതിയിൽ എടുത്താൽ നല്ലൊരു എൻവയോൺമെന്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ 1.5 വർഷം ഞാൻ ജോലി ചെയ്തു. അതോട് നെക്സ്റ്റ് എന്ത് ചെയ്തു, എനിക്ക് ഇവിടെ ഖത്തറിലോട്ട് എൻ്റെ ഒരു നമ്മുടെ പഴയ ഫ്രണ്ട്സിന്റെ സർക്കിൾ ത്രൂ എനിക്ക് റെഫറൻസ് കിട്ടി. അങ്ങനെ ഞാൻ ഖത്തറിൽ ഇവിടെ മന്നൈ കോർപ്പറേഷനിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു കരിയർ ജേണി. മന്നൈ കോർപ്പറേഷനിലെത്തി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ സീനിയർ കൺസൾട്ടന്റ് ആയിരുന്നു, നെറ്റ്വർക്ക് കൺസൾട്ടന്റ് ആയിരുന്നു. ഇപ്പോൾ സീനിയർ സൊല്യൂഷൻ ആർക്കിടെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു കരിയറിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലായിരുന്നു. ഞാൻ എൻ്റെ ഇവിടുത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ വേൾഡ് കപ്പ് പ്രൊജക്റ്റുമായിട്ടാണ്. ഇവിടെ എൻ്റെ റോൾ എന്ന് പറയുന്നത് മെയിൻലി ഡിസൈൻ, നെറ്റ്വർക്ക് ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസൈൻ ആണ്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് റിക്വയർമെന്റ്സ് ആയിട്ട് വരും. അവരെ റിക്വയർമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഒരു ആർക്കിടെക്ടിന്റെ റോൾ എന്ന് പറയുന്നത്. അവരുടെ മൾട്ടിപ്പിൾ അവർക്ക് റിക്വയർമെന്റ്സ് ഉണ്ടാവും, നെറ്റ്വർക്ക് റിക്വയർമെന്റ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ ഡിസൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് എനി ടൈപ്പ് ഓഫ് റിക്വയർമെന്റ് ആവും. ചിലപ്പോൾ നെറ്റ്വർക്ക് ഡിസൈൻ, പുതിയ നെറ്റ്വർക്ക് ഇംപ്ലിമെന്റേഷൻ ആവാം. ഇപ്പോൾ ഫിഫയുടെ കമ്മിങ് ബാക്ക് ടു ദാറ്റ്, ഫിഫയിൽ എൻ്റെ റോൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഈ ഒരു ഇവിടെ എത്തി ഞാൻ ഒത്തിരി എൻ്റെ കരിയറിൽ ഞാൻ മൾട്ടിപ്പിൾ പോർട്ട്ഫോളിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖത്തറിലെത്തിയതിനു ശേഷം അത് എക്സ്പാൻഡ് ആയി എന്ന് പറയും. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്പോർട്ടിംഗ് ഇൻഡസ്ട്രിയാണ്. സ്പോർട്ടിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻലി പബ്ലിക് സെക്ടറിൽ ഇവിടുത്തെ ഗവൺമെന്റ് എൻറ്റിറ്റീസ് ഇങ്ങനെയുള്ളതിലാണ്. അതേപോലെ OT എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് സെഗ്മെന്റ് ഉണ്ട്, ഓപ്പറേഷൻ ടെക്നോളജി. ഇത് വേറൊരു ഇൻഡസ്ട്രിയാണ്, നമ്മളെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇങ്ങനെയുള്ള ഇത്. ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ അത് ഒരു സ്പോർട്സ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഭയങ്കര ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള
നമ്മളെ ഫീൽഡൊക്കെ വരുന്ന ഒരു ഏരിയയാണ് സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ അതിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ എന്തോരം ടെക്നോളജി ഇൻവോൾവ് ആണെന്നുള്ളത്. നമുക്കൊക്കെ അറിയാം ഗോൾഡ് ലൈൻ ടെക്നോളജി, അതേപോലെ വാറ്, നമ്മളെ റെഫറി ഒക്കെ ഇതാക്കുന്നതിൽ, അതേപോലെ ടീംസ് ഒക്കെ വളരെ മോണിറ്റേർഡ് ആണ്. അവരുടെ ഈവൻ ഹെൽത്ത് ഒക്കെ ഇപ്പൊ നമ്മള് രണ്ട് ടീമിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി അവരുടെ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാണ്. അവരുടെ ഇപ്പൊ ഓരോ ആളുടെ ഓരോ കളി ഒരു പ്ലേയേഴ്സിന്റെ ജേഴ്സിയിലും അവരുടെ ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അങ്ങനെ അത് അവരുടെ എന്തോരം അവരുടെ ഹാർട്ട് ബീറ്റ് ഹൈ ആണോ ലോ ആണോ പ്രഷറൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഔട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. ഇത് ഒരു ടീമിന് രണ്ട് ടീമിനും ഡിഫറെന്റ് ആൾക്കാരായിരിക്കും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഇതൊരു ടെക്നോളജിയുടെ ഒരു ആസ്പെക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇത് വിചാരിച്ചതിനെക്കാട്ടിലും വളരെ IT ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞു വരാൻ കാരണം എല്ലാ ഫീൽഡിലും നമ്മളെ നെറ്റ്വർക്കിങ്ങിന്റെ അതിന്റെ ഒരു സ്കോപ്പും എന്താണ്, അതിൽ എത്രമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ട് നമ്മുടെ നെറ്റ്വർക്കിന്, അങ്ങനെയുള്ള ടെക്നോളജിക്ക് എന്തോരം ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും അത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ട് ടെക്നോളജിക്കും അതുപോലെ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു കരിയറിന്. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒക്കെ പറയാൻ കാരണം. അപ്പോൾ പലർക്കും പല ഇൻട്രസ്റ്റിംഗ് ഫീൽഡായിരിക്കാം. ഇനിയിപ്പോൾ അവർക്ക് നെറ്റ്വർക്കിങ്ങിൽ വന്നാൽ തന്നെ അല്ല ഈ കരിയറിൽ വന്നാൽ തന്നെ അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പോർട്ടിങ്ങിന്റെ ഒരു ഇത്. ഞാൻ ഫിഫ വേൾഡ് കപ്പിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 15+ ഇന്റർനാഷണൽ നാഷണൽ ഇവന്റ്സ് ഞാൻ സപ്പോർട്ട് ചെയ്തു. അത് ഒരു വളരെ ക്രിട്ടിക്കൽ ഇതാണ് ഒരു സ്പോർട്ടിങ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾക്കറിയാം ഒരു 90 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എല്ലാം നടക്കണം. അതിനകത്ത് എന്ത് വന്നാലും നമ്മൾ സോൾവ് ചെയ്യും വേണം. അതിന് നിങ്ങൾക്ക് SLA നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയായിരിക്കും, ഒരു സർവീസ് ലെവൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് എന്ത് ഇഷ്യൂസ് വന്നാലും നമുക്ക് SLA ഒക്കെ വളരെ കുറവായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം വേൾഡ് കപ്പ് സ്റ്റേഡിയം ഞാൻ ഇംപ്ലിമെന്റേഷൻ ലീഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേൾഡ് കപ്പ് വന്നപ്പോൾ അതിലെ എസ്കലേഷൻ ടീം ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിലുള്ള എസ്കലേഷൻ ടീമിൽ കുറച്ച് ആൾക്കാരുള്ളൂ, പക്ഷെ അതിൻ്റെ താഴെ ഒരുപാട് സപ്പോർട്ട് ടീമിലും ഇതൊക്കെ ഓരൊക്കെ ലീഡ് ചെയ്യുന്നതും എസ്കലേഷൻ ടീമിലെ വൺ ഓഫ് മെമ്പർ ആയിരുന്നു. അത് മൾട്ടിപ്പിൾ റീജിയൻ എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഫിഫയുടെ ആൾക്കാരുണ്ടായിരുന്നു, സിസ്കോയുടെ ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ പല വെൻഡേഴ്സിന്റെ ആൾക്കാരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു എസ്കലേഷൻ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു ഞാൻ. ഇതായിരുന്നു എൻ്റെ ആ ഒരു ടൈമുള്ള റോൾ. ഇപ്പോൾ ഞാൻ എനിക്ക് സൗദി ഇനിയിപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്ന ഈ റീജിയനിൽ സൗദിയാണ്. അപ്പോൾ അത് അങ്ങോട്ടുള്ള എക്സ്പാൻഷൻ റോളും എനിക്കാണ്. ഇപ്പോൾ അതല്ലാതെ ഞാൻ മൾട്ടിപ്പിൾ ഇവിടുത്തെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ CCI കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്ങിലായിരുന്നു. മൾട്ടിപ്പിൾ അതർ പോർട്ട്ഫോളിയോസിൽ ഞാൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നേടി, അതേപോലെ മൾട്ടിപ്പിൾ സർട്ടിഫിക്കേഷൻസ് എടുത്തു. ഇതാണ് ഒരു ക്വിക്ക് ഇൻട്രോ അബൌട്ട് മൈസെൽഫ്. അതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് Q&Aയിലോട്ട്. എടാ ഇപ്പൊ മന്നയിലാ വർക്ക് ചെയ്യുന്നത് സാർ? അതെ. ഇപ്പോ ഞാൻ പറഞ്ഞ ഒരു 5+ ഇയേഴ്സ് ആയിട്ട് ഞാൻ മന്നയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മന്നൈ കോർപ്പറേഷൻ. മുഹമ്മദിനൊക്കെ അറിയോ? മുഹമ്മദ് മടപ്പള്ളിയാണോ? അതെ. അറിയാം. മുഹമ്മദ് മന്നയില് ഒത്തിരി നെറ്റ്വർക്കിംഗ് ഡിവിഷൻ മൾട്ടിപ്പിൾ ഒരു 10K അറൗണ്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ ഡിവിഷൻ ഉണ്ട്. ഞാൻ വേറെ ഡിവിഷനാണ്, പുള്ളി വേറൊരു ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. മുഹമ്മദ് എന്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്. ഓക്കെ.
നിങ്ങളവിടെ സിസ്കോ മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ സൊല്യൂഷൻ ആർക്കിടെക്ട് ചെയ്യണോ? എങ്ങനെ അത്? ഞാൻ ഇവിടെ ഇവിടെ മന്നായി ഞങ്ങളെ ഹൗസ് എന്ന് പറയുന്നത്, മന്നായി ഡിവിഷൻ എന്ന് പറയുന്നത് ഇതൊരു സിസ്കോ ഹൗസ് ആണ്. ഞാനും പുള്ളിയൊക്കെ വർക്ക് ചെയ്യുന്ന, അതല്ലാതെ ഈ ടീമിൽ തന്നെ ഒത്തിരി ആൾക്കാർ. ഇത് ഞങ്ങളെ ഡിവിഷൻ എന്ന് പറയുന്ന സിസ്കോ മാത്രം ഹാൻഡിൽ ചെയ്യുന്നത്. വേറെ കുറച്ച് നെറ്റ്വർക്കിങ്ങിൽ സിസ്കോ ആണ്, അതല്ലാതെ കുറെ ഒത്തിരി വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ മന്നായിക്ക് വേറെ ഡിവിഷൻ ഉണ്ട്, ഒത്തിരി വേറെ വളരെ ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഡിവിഷൻ ഞാനിപ്പോൾ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത്, ഞാൻ സിസ്കോ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ എൻ്റെ പ്രീവിയസ് പഴയ കമ്പനികളിലൊക്കെ എന്തായിരുന്നു, ഞാൻ പാളോൾട്ടോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ജുനിപ്പർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ റോള് എന്ന് പറയുന്നത് പ്യൂർ ഒരു സിസ്കോ റോളാണ്. പക്ഷേ സിസ്കോയിലെ എല്ലാ പോർട്ട്ഫോളിയോസും എനിക്ക് ഹാൻഡിൽ ചെയ്യണം, റൗട്ടിങ് ആൻഡ് സ്വിച്ചിങ്, അതുപോലെ ഡാറ്റാ സെൻറ്റർ, ഇപ്പോഴുള്ള എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജിയും, ഈ AI റിലേറ്റഡ് ഡാറ്റാ സെൻറ്റർ, ഇങ്ങനെയുള്ള എല്ലാ ടെക്നോളജിയും ഞാൻ ഇപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യും. ഇത് ഖത്തറിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അത്? മുന്നേ സൗദിയിലുണ്ട്, പിന്നെ ഖത്തറിൽ മാത്രമേ ഉള്ളൂ. ഒമാനിലുണ്ടായിരുന്നു തോന്നുന്നു, ഇപ്പോൾ ഒമാനിലില്ല ഓപ്പറേഷൻ. അവിടുത്തെ പ്രൊജക്റ്റ് വൈൻഡപ്പ് ചെയ്തപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ മുന്നേ ഉള്ളൂ. പക്ഷെ ഖത്തറിൽ വലിയൊരു റോൾ അവർക്കുണ്ട്. നിങ്ങൾക്ക് ഇൻഫോ ക്യാമ്പസിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ മന്നയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. MA അറബിക് പഠിച്ചിട്ട് നെറ്റ്വർക്കിംഗ് ഫീൽഡിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു സാർ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന്. ഓക്കെ. അല്ല, എനിക്ക് എൻ്റെ എല്ലാ ഇന്റർവ്യൂവിലും എനിക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ ഒരു ഇതിലോട്ട് വന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു 2.5 years ഈ ഒരു CCIയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള അന്ന് ഞാൻ ഒത്തിരി ചലഞ്ചസ് ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഞാനും ചിലപ്പോൾ മുമ്പ് ഞാൻ IP എന്ന് പറയുന്ന ടേം പോലും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല, അല്ല ഈ ഒരു CCNA ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ ഈ CCNA ഇത് എടുക്കാൻ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു റിസർച്ചിന്റെ ശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത്. ഞാൻ ഒത്തിരി പഠിച്ചിട്ടാണ് ആദ്യം ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഞാനത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ടെർമിനോളജി എനിക്കറിയാത്തൊരു ഇതാണ്. ഞാൻ ഒട്ടും ടെക്കി ആയിരുന്നില്ല. അങ്ങനല്ല, ടെക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടേംസിനോടൊന്നും എനിക്ക് ഒരു സാധാ ഒരു BTech ഒരു MCA അവരൊക്കെ അറ്റ്ലീസ്റ്റ് വരുന്ന സമയത്ത് തന്നെ അറിയാലോ, ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അധികം BTech ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്യാൻ പറ്റി. പിന്നെ ഫസ്റ്റിലൊക്കെ എനിക്ക് കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, ഈ ടേംസും ഇതൊക്കെ. പക്ഷെ ഞാൻ ഒത്തിരി വായിച്ചു, അതേപോലെ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഒരു ക്ലാസ് അല്ലാതെ തന്നെ ഞാൻ ഒത്തിരി പഠിക്കുന്നുണ്ടായിരുന്നു കൂടെ. അങ്ങനെയാണ് ഞാനിത് കവർ ചെയ്തത്. പക്ഷേ ഏതൊരു ഇന്റർവ്യൂവിലും എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു കരിയറിലോട്ട് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ, എന്താണ് ഈ ഒരു കരിയർ ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടാണ്? ഞാൻ ഈ ഇൻഡസ്ട്രി ഇത് തിരഞ്ഞെടുത്ത് തന്നെ എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ എനിക്കൊരു IT ആയിരുന്നു എൻ്റെ ഒരു പാഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്നത് എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ജോലിയിൽ ഇപ്പോൾ ഒരു വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നു. അതാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ ചലഞ്ചസ് ഒക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഓക്കെയാണ്. പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ട്രബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കമ്പനീസ് ഒക്കെ, എനിക്ക് എവിടെ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിട്ടില്ല ഈ ഒരു. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മൾ ഒരു ഗൂഗിളോ അങ്ങനെ ഒരു ഇതിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആവാം. ഞാനിതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ അഡോബി ഈ കമ്പനിയിലൊന്നും ഇതുവരെ എനിക്ക് ടെക് മഹീന്ദ്ര, ഡയമെൻഷൻ ഡാറ്റ, ഈ കമ്പനിയിലൊന്നും എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫീൽഡ്, ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ,
ഫസ്റ്റ് നിങ്ങളെ പൊസിഷനിലോട്ട് നിങ്ങളെ ഇന്റർവ്യൂ, നിങ്ങൾക്ക് ആ ഇന്റർവ്യൂയിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ നമ്മളെ CV അവിടെ എത്തിപ്പെടുക, എന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടാക്കുക. നമ്മൾ ഇന്റർവ്യൂ ക്ലിയർ ആക്കുക. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ എനിക്ക് വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഹാൻഡ്സ് ഓൺ ഇല്ലാതെയാണ് ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ എത്തുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് പഠിച്ചിട്ടാണ് എനിക്ക് അവിടെ, അല്ലെങ്കിൽ ഞാൻ വളരെ ഫസ്റ്റ് കാലങ്ങളിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, അത്രയും വലിയൊരു പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് അത് എൻ്റെ CCI ആയിരുന്നു വലിയൊരു ബലം. അപ്പോൾ നമ്മൾ ആ ഇന്റർവ്യൂവിൽ എത്തിപ്പെടുക, പിന്നെ ഇന്റർവ്യൂ നമ്മൾ അത്തരം പെർഫോം ചെയ്താൽ പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇതൊക്കെ എങ്ങനെയെങ്കിലും നമുക്കത് കവറപ്പ് ചെയ്യാൻ പറ്റും. ചില കമ്പനികൾക്ക് റിക്വയർമെന്റ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് BTech തന്നെ വേണം അല്ലെങ്കിൽ MCA തന്നെ വേണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടാവും. പക്ഷെ അത് ചില കമ്പനികളോ അല്ലെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂ വെച്ചിട്ട് ചിലപ്പോൾ അത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ വെച്ചിട്ട് അത് കവർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനുള്ള ഒരു ആൻസർ. ഐ ഹോപ്പ് ആൻസർ ഇറ്റ്. പിന്നെ അതുപോലെ ഇപ്പോൾ അല്ല, ഞാനൊരു ഞാനൊരു കണ്ടിന്യൂസ് ലേണറാണ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു PG ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് MCA ആണ്. പക്ഷെ അത് എനിക്ക് ഇതേപോലെ എവിടെ ഒരു ബാരിയർ ഉണ്ടായിട്ടോ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടോ ചെയ്യുന്നല്ല. പക്ഷെ അതൊരു പുതിയ ടെക്നോളജിയും അതിൻ്റെ അകത്ത് AI അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ കരിയറിൽ അത് എനിക്ക് ഇതുവരെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഇതിപ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റിന്റെ മുകളിൽ ചെയ്യുന്നതാണ് MCA. അപ്പോൾ ഇത് ഇപ്പൊ 3rd സെമ്മായി, ഇനി ഒരു സെമ്മും കൂടെ ബാക്കിയുണ്ട്. പക്ഷെ അതിലൊത്തിരി ഇതേപോലെ ഡാറ്റ സയന്റിസ്റ്റ്, AI ഇങ്ങനത്തെ കുറച്ച് പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പുതിയ PGയിലോട്ട് പോവാൻ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അജിത്ത്. സാർ, നമ്മുടെ CCNA, CCNP അതേപോലെ CCIയുടെ സർട്ടിഫിക്കേഷന്റെ പ്രാധാന്യം ഇപ്പൊ എന്താ, അതിനെ കുറിച്ചിട്ട് ഒരു ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കരിയർ എനിക്ക് കിട്ടാനുള്ള ഒരു കാരണം CCI ആണ്. അപ്പോൾ CCIക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ ഇപ്പോഴത്തെ ഓർഗനൈസേഷനിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒത്തിരി CCIക്കാരുണ്ട്. ഈ ഒരു ഗൾഫ് റീജിയൻ തന്നെ ഒത്തിരി CCIകളിലെ ഒരു വൺ ഓഫ് ദ അതായിരിക്കും ഈ മന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി CCIക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും ഉണ്ട്. കുറെ നിങ്ങൾക്ക് CCI ഒക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ആഡഡ് അഡ്വാൻറ്റേജ് അലവൻസ് ഒക്കെ കിട്ടുന്ന ഒരുപാട് കൊടുക്കുന്ന കമ്പനികൾ ഇപ്പോഴും ഉണ്ട്. മൾട്ടിപ്പിൾ CCIയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതായിരുന്നു എൻ്റെ ഒരു ഇതാണ് ഞാൻ കൂടുതൽ എൻ്റെ പ്രൊഫൈലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന്ന് ഒരു ടേക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയും. അപ്പം എനിക്ക് എൻ്റെ എല്ലാ ജോബ്സും ഇതുവരെയുള്ള കിട്ടിയിട്ടൊക്കെ ഉള്ളത് CCI എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ്. ഫസ്റ്റ് CCI, പിന്നെ അതായിരിക്കും നമ്മളൊരു CV സ്ക്രീനിങ് ആയിരിക്കും ആരും ചെയ്യും. അപ്പോൾ അതായിരുന്നു അതിനുള്ള ഒരു റീസൺ. അപ്പം എന്തുകൊണ്ട് സർട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അതാണ് നമ്മളെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സർട്ടിഫിക്കേഷൻ നമുക്ക് ഒരു കാരണം, വൺ ഓഫ് ദ റീസൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ടെക്നോളജി അറിയാം, പക്ഷെ അത് നമുക്ക് ഷോക്കേസ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തൊരാൾക്ക് നമുക്ക് അത് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു വലിയൊരു പ്ലേസ് ഹോൾഡർ ആണ് നമ്മളെ ഈ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഒരാൾക്ക് ഒരു അറിവുണ്ടാവാം, പക്ഷെ അതെങ്ങനെ അയാൾക്ക് എവിടെയെങ്കിലും അത് കാണിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ് ഈ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ എന്ത് ചെയ്യും, നമുക്ക് മൾട്ടിപ്പിൾ സർട്ടിഫിക്കേഷൻ എടുക്കണം. ഇതാണ് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു എന്താണ് സർട്ടിഫിക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനിക്ക് എന്തുകൊണ്ട് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സിസ്കോയുടെ തന്നെ
ഒരുപാട് പാർട്ട്ണർ ലെവൽസ് ഉണ്ട്. ഗോൾഡ്, സിൽവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പാർട്ട്ണർ ലെവൽസ് ഉണ്ട്. ഇപ്പൊ കമ്പനി സിസ്കോയുടെ ഒരു പാർട്ട്ണർ ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗോൾഡ് പാർട്ട്ണർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് CCI റിക്വയർമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ CCNP റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനികൾക്ക് ഇതൊക്കെ മീറ്റ് ആയേ മതിയാവും. അതേപോലെ സിൽവറിന് ഇത്ര ഉണ്ട്, ഇങ്ങനെ ഓരോ ലെവൽസിനും ഇത്ര CCIക്കാർ വേണം എന്നുള്ള ഇതാണ് ഒരു പാർട്ട്ണർ ലെവൽ. ഇനിയിപ്പോ ഒരു പ്രൊജക്ട്, നമുക്ക് ഒരു ഇന്റഗ്രേറ്റർ, ഇപ്പൊ ഞാനൊരു ഇന്റഗ്രേറ്റർ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇന്റഗ്രേറ്റർ സൈഡിൽ ഒരു പ്രൊജക്ട് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ കമ്പനിക്ക് ഒരു എക്സ്പീരിയൻസ് വേണം. കമ്പനി വലിയ പ്രൊജക്ട്സിനൊക്കെ സബ്മിഷന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇതേപോലെ സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ അവർക്ക് ആ ഒരു ക്ലയന്റിന്, ഇപ്പോൾ അവർക്ക് എന്താണോ പ്രൊജക്റ്റിന് അവർ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്ര CCIക്കാർ വേണം ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര CCNPക്കാർ വേണം, അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ നമ്മളൊരു ACIയുടെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു SD-WAN ഒക്കെ പ്രൊജക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ SD-WAN റിലേറ്റഡ് സർട്ടിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ ഇത്ര വേണമെന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സർട്ടിഫിക്കേഷൻസ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്നും സിസ്കോയുടെ സർട്ടിഫിക്കേഷൻസ് എവർഗ്രീൻ ആണ്. എപ്പോഴും അത് ഏത് CCNA CCNP ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ CCNA നിങ്ങൾ ആരും ഒരു വലിയൊരു ഇതായി കാണുന്നു വേണ്ട. ഇപ്പോൾ CCI ആണ് ഓഫ് കോഴ്സ് എക്സ്പെർട്ട് ലെവല്. CCNAയും അത്ര, കാരണം നമ്മളെ നാട്ടിലല്ലാത്ത, ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളെ പുറത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ സിഗ്നേച്ചറിലൊക്കെ വെക്കും CCNA സർട്ടിഫൈഡ് എന്നൊക്കെ. അപ്പൊ അതിനും അത്ര ഒരു വാല്യൂ ഉണ്ട്. ചിലരൊക്കെ സർട്ടിഫിക്കേഷനിൽ കാണാം CCNP ആണെന്നൊക്കെ കാണാം. അപ്പോൾ വളരെ അത് നമുക്ക് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ CCIക്കാരെ നമ്മളിങ്ങനെ കണ്ടതുകൊണ്ടാണ്. പക്ഷെ CCNAക്കും CCNPക്കും അതിൻ്റെതായ ഒരു വാല്യൂം, ജോബിൽ എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ മതി. അപ്പോൾ ഇതാണ് ഒരു സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അതുപോലെ നിങ്ങൾ വൺസ് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലോട്ട് എൻറ്റേഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ഒരു സർട്ടിഫിക്കേഷൻ, ഇപ്പം നമ്മളെടുത്ത സർട്ടിഫിക്കേഷൻ മാത്രം കൊണ്ട് നിൽക്കാതെ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്പിൾ സർട്ടിഫിക്കേഷൻസ് ബാക്കിയൊക്കെ വേറെ സിസ്കോ അതല്ലാതെ ഇതോ നമ്മളെപ്പോഴും കൂടുതൽ നമ്മളെ ഇതിലോട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് നല്ലൊരു കാര്യം. എന്നാലും നമുക്കും ഇപ്പോൾ നമ്മളെ മാനേജേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്കോ നമുക്കും ഇതുപോലെ എന്തെങ്കിലും, എപ്പോഴും എല്ലാവരും കമ്പനിയും അതുപോലെ മാനേജേഴ്സ് ഒക്കെ നോക്കുന്ന ഇയാൾ ഇപ്പം എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് എന്തോ ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഉണ്ട് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ചായിരിക്കും അയാളെ ഇവാലുവേറ്റ് ചെയ്യുക. മേ ബി അയാളുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ CCI ഒക്കെ ഉള്ള ആൾക്കാർ അയാൾ ഒരു കണ്ടിന്യൂസ് ലേണർ ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള നമ്മളെ കമ്പനിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു മൾട്ടിപ്പിൾ നമ്മൾ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതും നമ്മൾ മാനേജേഴ്സിന് കാണിക്കുന്നു, കമ്പനിക്ക് കാണിക്കുന്നു ഒക്കെ നമുക്ക് തന്നെ ഒരു ഗ്രോത്തുമാണ്. അതുപോലെ നമ്മളെ ബാക്കിയുള്ള മോണിറ്ററി ബെനിഫിറ്റ്, ഇതേപോലെ നമുക്ക് അഡ്വാൻറ്റേജ് അലവൻസ് ഒക്കെ കൂടാനുള്ള ഒരു കാരണം കൂടെ. ഞാനത് ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സാർ ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നേ. സാർ ഇപ്പൊ AI ആണ് എല്ലാം റീപ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്യാൻ സാറിന്റെ ഒരു അറിവ് വെച്ചിട്ട് സാർ AIയും നെറ്റ്വർക്ക് എഞ്ചിനീയർ എങ്ങനെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ AIക്ക് എന്നുള്ളത് പറഞ്ഞുതരാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ആദ്യം ഞാൻ ഇതും കൂടെ ഒന്ന് എങ്ങനെയാണ് AI നെറ്റ്വർക്കിങ്ങിൽ എന്നെല്ലാം കൂടെ, കാരണം അതാണ് ഇപ്പോൾ ഒരു വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു, ഇപ്പോൾ ഏത് നമ്മൾ എടുക്കുകയാണെങ്കിലും നമ്മളൊരു ഫോണിലാണെങ്കിലും അവർ പോലും അഡ്വർടൈസ് ചെയ്യുന്ന ഒരു സാധനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിങ്ങിൽ എന്താണ് AIയുടെ സ്കോപ്പ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ AI സർട്ടിഫിക്കേഷൻസ് എടുത്തു, സിസ്കോ റിലേറ്റഡ് എടുത്തു, അതുപോലെ AI റിലേറ്റഡ് സർട്ടിഫിക്കേഷൻസ് ഞാൻ എടുത്തു. അപ്പോൾ എന്താണ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിലുള്ള ഒരു AI എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് AIക്ക് വേണ്ടിയിട്ട് നിങ്ങൾ
കൂടുതൽ നിങ്ങൾ ഒരുപാട് മേ ബി റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച്. അപ്പോൾ എഐക്ക് ഒരു വലിയൊരു ലാർജ് സ്കെയിൽ ഡാറ്റ സെന്റർ വേണം. എഐ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഐ സെർവേഴ്സ്, ചിലരൊക്കെ ക്ലൗഡിലോട്ട് എഐ ട്രെയിനിങ്ങും ഇൻഫ്ലുവൻസിങ്ങും ഒക്കെ ക്ലൗഡിലോട്ട് വിടും. പക്ഷെ അധിക കമ്പനീസും ഒരിക്കലും ഇപ്പോൾ എഐ ക്ലൗഡിലോട്ട് അവരുടെ ഒരുപാട് റെസ്ട്രിക്ഷൻ എന്ന് വെച്ചിട്ട് അവർ ക്ലൗഡിലോട്ട് വിടില്ല. അവർ അവരുടെ ഓൺ പ്രമിൽ തന്നെ ഒരു എഐ ഒക്കെ ബിൽഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ അവരുടെ തന്നെ എ ഡാറ്റ സെന്ററും ഇൻഫ്രയൊക്കെ ബിൽഡ് ചെയ്യാണ്. അതാണ് ഒരു യൂസ് കേസ്. കൂടുതൽ കമ്പനി അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം അവരുടെ ഡാറ്റ ഒന്നും അവർക്ക് പുറത്തോട്ടോ ഇന്റർനെറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഓപ്പൺ എയുടെ ഒരു സംഭവം വാങ്ങിയിട്ടോ അങ്ങനെയൊന്നും അവർക്ക് യൂസ് ചെയ്യാന്ന് ചിലപ്പോൾ അധികം എല്ലാ കമ്പനിക്കും റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അവരുടെ ഡാറ്റ പോളിസി റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ട് അവരുടെ ഓൺ ഫ്രമിൽ തന്നെ അവർ ഒരു ബിൽഡ് ചെയ്യാറാണ് നോർമലി ചെയ്യാറുള്ളത്. അതാണ് അതിൻ്റെ ഒരു വൺ വേ. കാരണം അവരുടെ ഡാറ്റ പോളിസി റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ടുള്ള അവരുടെ കംപ്ലയൻസ് ഒക്കെ അവർക്ക് കംപ്ലൈൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഇപ്പോൾ പുതിയ ഒത്തിരി എ ടെക്നോളജീസ് നെറ്റ്വർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി ഇൻഫിബാൻഡ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻ ആണ് ഇതിൻ്റെ അകത്ത്. ഈ ജി പി യു ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള GPUs ആണല്ലോ ഫുള്ളി എഐയിലെ ഒരു വലിയ റോൾ. അപ്പോൾ 1-2 GPU ഒന്നും ആയിരിക്കില്ല ഈ ഒരു AI ഡാറ്റ സെന്ററിൻ്റെ അകത്ത് ഉണ്ടാവുക. മൾട്ടിപ്പിൾ GPUs കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ കണക്ടിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ടും അതേപോലെ ഇതിൻ്റെ ഹൈ എൻഡ് ലോസ്ലെസ് സ്വിച്ചസ് ഒക്കെ യൂസ് ചെയ്യണം. സിസ്കോയുടെ നെക്സസ് സീരീസ് ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഹൈ എൻഡ് സീരീസ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ സ്പീഡ് ആയിട്ട് അത് സ്വിച്ചും പാക്കറ്റ് സ്വിച്ചിങ് ഒക്കെ നടക്കാൻ പറ്റുന്ന ഒരു സ്വിച്ചസ് ആയിരിക്കും അത്. അതുപോലെ വളരെ ലേറ്റൻസി ഫ്രീ ആയിട്ടൊക്കെ ഉള്ള ഒരു കേബിളും അങ്ങനെയുള്ള കണക്ടിവിറ്റി ആയിരിക്കും അതിൻ്റെ അകത്തുണ്ടാവുക. അപ്പം ഇതിലുള്ള വൺ ഓഫ് ദ ടെക്നോളജിയാണ് ഇൻഫിബാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിസ്കോം അങ്ങനെ ബാക്കിയുള്ള കുറച്ച് ടെക്നോളജി അതർ വെൻഡേഴ്സ് ഒക്കെ കൂടിയിട്ട് വേറെ ഒരു എതർനെറ്റ് ഇതേപോലെ ലോസ്ലെസ് എതർനെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിസ്കോക്ക് മോസ്റ്റ്ലി അതേപോലെ ബാക്കിയുള്ള ഒരുപാട് കമ്പനീസ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ലോസ്ലെസ് എതർനെറ്റ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പോൾ ഇതാണ് AI വന്നപ്പോൾ നെറ്റ്വർക്കിങ്ങിലുള്ള ഫ്യൂ ഓഫ് ദി ഇന്നോവേഷൻസ്. ഇതിൻ്റെ അകത്ത് തന്നെ വേറെ കുറേ പ്രോട്ടോക്കോൾ ഉണ്ട്. റോക്കി V2 ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി പ്രോട്ടോക്കോൾ. അപ്പൊ ഇതാണ് ഇനി ഇപ്പോൾ ഫയർ വാളിംഗ് ടെക്നോളജിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എഐയുടെ ഇത് വന്നു. ഇപ്പോൾ ഫയർ വാൾ അതിന് തന്നെ കുറെ ബിഹേവിയറൽ ഡിറ്റക്ഷൻ ഇങ്ങനെയുള്ള ഇപ്പം എന്തെങ്കിലും അബ്നോർമൽ ഇതൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ പാറ്റേൺ പഠിക്കാൻ പറ്റും. എന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യാനും ഇതൊക്കെ ഉള്ള ഇത് വന്നു. അതൊക്കെ ഫയർ വാളിൽ. പക്ഷെ അതൊക്കെ ഒരു സെക്യൂരിറ്റി എഞ്ചിനീയർ ഇതൊക്കെ കോൺഫിഗർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ അതൊക്കെ കോൺഫിഗർ ചെയ്യണം, എന്നാലേ അത് വർക്കിംഗ് ആവുള്ളൂ. പിന്നെ ഈ വയർലെസ്സിലാണെങ്കിൽ വയർലെസ് ടെക്നോളജിയിൽ ഒരുപാട് ഇപ്പം നമുക്കൊക്കെ കിട്ടുന്ന വയർലെസ് എന്ന് പറയുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തുള്ള ഇന്റർഫിയറൻസ് ഇങ്ങനെയുള്ള കുറെ ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അതിൽ ഒത്തിരി വന്നു. പിന്നെ അതുപോലെ അങ്ങനെ ഏത് പ്ലാറ്റ്ഫോം എടുത്താലും അതിലൊക്കെ ഒരുപാട് എഐയുടെ ഒരുപാട് പുതിയ ഇന്നോവേഷൻസും പുതിയ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നെറ്റ്വർക്കിങ്ങിൽ AI വന്നത് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി ഒരിക്കലും ഒരു ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അതൊരു എല്ലാ ഫീൽഡിലും വളരെ അതൊരു റിക്വയർമെന്റ് ആണ്. നമുക്കൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്നത് അതൊരു കമ്പനിയുടെ റിക്വയർമെന്റ് ആണ്, അത് അവരുടെ ഒരു നീഡാണ്. ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ഇല്ലാതെ ഈ ഒരിക്കലും AI വന്നാലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു ഡിസൈനിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ ഒരു കോൺഫിഗറേഷൻ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ഒരുപാട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ AI ഏജന്റിക് AIs ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്ത് ആ ഏജന്റിനെ പഠിപ്പിച്ചു കൊടുത്താൽ അത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു നിങ്ങളെല്ലായിടത്തും നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നവരെ സമയത്ത് നമുക്കൊരു ഡിസ്ക്ലൈമർ കാണാം, ഇതൊരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളും റീവെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഡിസ്ക്ലൈമറിൽ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും
ഒരിക്കലും AI എന്നുള്ളത് ഫുള്ളി ട്രസ്റ്റബിൾ അല്ല. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വന്നാൽ ഒരിക്കലും ഒരു കമ്പനിയും ഒരു 99% അല്ലെ ഒരു 1% ചാൻസോ അല്ലെങ്കിൽ 5% ചാൻസ് ഒന്നും ഒരിക്കലും എടുക്കില്ല. അവർക്ക് അത്രയും ഒരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കും നെറ്റ്വർക്ക് ഇൻഫ്ര എന്ന് പറയുന്നത്. ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഞാനീ പറഞ്ഞ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും അവരുടെ നെറ്റ്വർക്ക് ഇൻഫ്ര എന്ന് പറയുന്നത് അത്രയും ക്രിട്ടിക്കൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 1% ചാൻസ് പോലും ഒരു കമ്പനി എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ AI എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മൾ അതൊരു 50-50 ആണ്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 90 നമുക്ക് മാക്സിമം ഒരു 80% ഒക്കെ അതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഉത്തരം തരും അത്, പക്ഷെ നമ്മൾ അത് റീവെരിഫൈ ചെയ്യണം. നമുക്കത് ചുമ്മാ അത് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരിക്കലും ഒരു കമ്പനി ഒരു ലെസ് ചാൻസ് പോലും ഒരു എന്തില്ല ഒരു ഇതെടുക്കില്ല, അത്രയും ആരും എടുക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ഒരു റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ ജോബ് കട്ടുകൾ വളരെ കുറവായിരിക്കും നമ്മൾ കമ്പയർ ടു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഒക്കെ നോക്കുന്ന സമയത്ത്. ഇപ്പൊ തന്നെ നമ്മളെ ഇപ്പൊ ഒരുപാട് ജോബ് കട്ട് മറ്റേ ഇൻഡസ്ട്രിയിലൊക്കെ വന്നു, പക്ഷെ AI ആയിട്ട് ഒരിക്കലും നെറ്റ്വർക്കിങ്ങിൽ ഒരു ജോബ് കട്ട് വന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. മേ ബി വരുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു അനലിസ്റ്റ് ജോലികളൊക്കെ ഒരു സോക്കോ നോക്കോ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, അതും വളരെ ഇതാണ്. അപ്പൊ അങ്ങനെ വരുള്ളൂ. അല്ലാതെ ഈ നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഇതൊരു എഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഇതില് ജോലി കൂടാന്നല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോ ഡാറ്റാ സെന്റർ ഒക്കെ ഒത്തിരി ഡാറ്റാ സെന്റേഴ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം തന്നെ ഒരു AI വരുന്നോണ്ടുള്ള ഒരു ചലഞ്ച് അതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ഡാറ്റാ സെന്റർ വേണം, അതിന് ഒരുപാട് പവർ ആൻഡ് കൂളിംഗ് വേണം. അപ്പോ രാജ്യത്തിന്റെ തന്നെ ഒരുപാട് റിസോഴ്സ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കണം. AIയുടെ വലിയൊരു ചലഞ്ച് അതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് പുതിയ ഡാറ്റാ സെന്റേഴ്സ് ബിൽഡ് ചെയ്യണം, അവിടെ എഞ്ചിനീയേഴ്സിന് വേണം, അതിന്റെ മോണിറ്ററിങ്ങിന് ആൾക്കാർ വേണം, അതിന്റെ കോൺഫിഗറേഷനും ഡിസൈനിങ്ങിനും ആൾക്കാർ വേണം. മോണിറ്ററിംഗ് എന്ന് പറയുന്നത് തന്നെ വേറെ അതൊരു ഫുൾ ഡേ ഉള്ള ടാസ്ക് ആണ്. അപ്പോൾ ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ സർ, താങ്ക് യു ഫോർ ദ സെഷൻ. ആക്ച്വലി നല്ല നോളജബിൾ ആയിരുന്നു, കുറെ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി എനിക്ക് തോന്നുന്നു. പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ ദ സെഷൻ സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം. ഞാനും എന്തെങ്കിലും ഇവർക്കൊക്കെ എന്തെങ്കിലും ടേക്ക് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ടൈം.